ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ്. ആദ്യം തന്നെ നമ്മൾ ക്രോമിൽ കയറിയിട്ട് മൈ ആധാർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ വരുന്ന ഫസ്റ്റ് ലിങ്ക് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മൈ ആധാറിൽ ലോഗിൻ ചെയ്ത് കയറണം. അവിടെ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ആധാർ കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റൗണ്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ആധാർ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരുടെ ആധാർ കാർഡാണോ പ്രിന്റ് ചെയ്യാനുള്ളത്, ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ളത്, അവരുടെ ആധാർ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് എൻ്റെ ആധാർ നമ്പറാണ്. അപ്പോൾ ആധാർ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ക്യാപ്ചയും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ക്യാപ്ച ഫില്ല് ചെയ്തതിന് ശേഷം സെൻഡ് ഒരു OTP, അതായത് നമ്മൾ ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു 6 അക്ക നമ്പർ OTP വരും. ആ OTP ഇവിടെ നമ്മൾ മെസ്സേജ് ആയിട്ട് വരുമ്പോൾ ആ മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ OTPയിൽ സൈൻ ഇൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഡൗൺലോഡ് ഓപ്ഷൻ ഇവിടെ കാണും. രണ്ടാമത്തെ ഓപ്ഷൻ ഡൗൺലോഡ് ആധാർ. ഇതിനു മുമ്പ് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഐ ബട്ടണിൽ ഞാൻ ആ വീഡിയോ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വീഡിയോ കാണണേ. അപ്പോൾ നമ്മൾ താഴെ നമ്മുടെ ഡേറ്റ ഇവിടെ വന്നിട്ടുണ്ടാകും. അതിന്റെ തൊട്ട് താഴെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആദ്യത്തെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ റീട്രൈ ഡൗൺലോഡ് കൊടുത്താലും മതി. ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗാലറിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ ഗാലറി പോവുക. അവിടെ നമ്മൾ ഗാലറി ചെല്ലുമ്പോൾ നമ്മുടെ PDF ഫയലായിട്ടാണ് അവിടെ വരുന്നത്. നമ്മളിവിടെ മെയിലിൽ ടൈപ്പ് ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. അവിടെ ടച്ച് ചെയ്ത് കയറിയാൽ മതി. അപ്പോൾ ഇതിനൊരു പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എന്ന് വെച്ചാൽ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരവും അതായത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷവുമാണ് കൊടുക്കേണ്ടത്. പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ, 4 അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ പാസ്വേഡ് റോങ് ആണെന്ന് പറയും. അങ്ങനെ പാസ്വേഡ് അടിച്ച് കയറിയാൽ മാത്രമേ നമുക്കത് നമ്മുടെ ആധാർ കാർഡ് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നേരെ ഞാനിവിടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരവും വർഷവും ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇതായി നമ്മുടെ ആധാർ കാർഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആധാർ കാർഡ് പ്രിന്റ്, അതായത് PVC കാർഡ് ആക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇതേ വീഡിയോ തന്നെ, ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കിടക്കുന്ന ഒന്നും കൂടി ഞാൻ കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. സെയിം ലോഗിൻ ചെയ്ത് കയറിയിട്ട് തൊട്ട് അടുത്ത് തന്നെ ഓർഡർ ആധാർ PVC കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ആധാർ നമ്പർ ആരുടെയാണോ PVC കാർഡ് ചെയ്യേണ്ടത് അവരുടെ ആധാർ നമ്പറും തൊട്ട് താഴെ തന്നെ ക്യാപ്ചയും ഫില്ല് ചെയ്ത് ഒരു OTP, രജിസ്റ്റേർഡ് നമ്പറിലേക്ക് OTP വരും. ആ OTPയും കൂടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ പേയ്മെന്റ് ചെയ്യുന്ന ഒരു 50 രൂപ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത്. അത് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഓർഡർ PVC കാർഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഇവിടുന്ന് നേരെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്ത പേയ്മെന്റ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. പേയ്മെന്റ് ഓപ്ഷനിൽ നമ്മളിവിടെ അതായത് മേൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ തന്നെയാണെന്ന് പറഞ്ഞൊരു ടിക്ക് മാർക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തിട്ട് മേക്ക് എ പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ടിക്ക് ചെയ്ത് മേക്ക് എ പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇന്റർനെറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെ പല ഓപ്ഷനുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എല്ലാം കിടപ്പുണ്ട്. നമുക്ക് ഏത് രീതി വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേ നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ പേ വഴിയായിട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നമ്മളപ്പോൾ ഗൂഗിൾ പേയുടെ നമ്മുടെ ID അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ പേയിലേക്ക് ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പേയ്മെന്റ് സക്സസ്ഫുള്ളി ആവും. PVC കാർഡിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിരിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.